നിങ്ങളുടെ പിതാവിന്റെ തലയെറുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ തകരുമെന്ന് നിങ്ങൾ കരുതിയോ? ഇത് ഞങ്ങളുടെ കോപത്തെ ആളിക്കത്തിക്കുകയേ ഉള്ളൂ. എന്റെ പിതാവിന്റെ തല തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. കൊടുങ്കാറ്റിനെയാണ് നിങ്ങൾ ഉയർത്തിവിട്ടത്. ഒരു യോദ്ധാവിന്റെ കോപത്തെ നേരിടുക എന്നതിന്റെ അർത്ഥം എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത് നിങ്ങളുടെ അവസാനത്തെ ഇരയായിരിക്കും. നിന്റെ പടകുടീരങ്ങളെ ഞാൻ തകർക്കും. വീരവേൽ, വെട്രിവേൽ. ജോസഫ് സ്മിത്ത് ഈ ദിവസത്തിനു വേണ്ടിയാണ് വേലുനാച്ചിയാർ കാത്തിരുന്നത്. ജനങ്ങളോട് നീതിയും സ്വാതന്ത്ര്യവും പുലർത്തി നാട് ഭരിച്ചിരുന്ന എന്റെ ഭർത്താവിനെ കൊല്ലുമോ? നീ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പേടിച്ച് നിനക്ക് കീഴടങ്ങിയെന്നാണോ നീ കരുതിയത്? നിന്നെ തകർക്കാനുള്ള പദ്ധതി ഇടുകയായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം. ഇത് ഞങ്ങളുടെ നാടാണ്. ഇവിടെ ഭയമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കണം. ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നമുക്ക് വലുത്. വൈദേശികാധിപത്യത്തിന്റെ ഈ വേര് ഞാൻ അറുക്കുന്നു. എന്റെ നാടിനു വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, എന്റെ ഭർത്താവിനു വേണ്ടി.
ആഘോഷത്തിമിർപ്പിലായിരുന്നു ബ്രിട്ടീഷുകാർ. കുയിലിയും സംഘവും കലങ്ങളിലും വസ്ത്രത്തിനുള്ളിലും രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ പുറത്തെടുത്ത് അപ്രതീക്ഷിത ആക്രമണം ആരംഭിച്ചു. കൂടുതൽ ശത്രുക്കൾ ഇങ്ങോട്ടെത്തും. അതിനു മുമ്പ് നമുക്ക് അവരുടെ ആയുധപ്പുര തകർക്കണം. എങ്ങനെ? കുയിലി പറയും പ്രകാരം ഞങ്ങൾ ചെയ്യാം. അധിക സമയം നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആയുധങ്ങൾ എടുക്കാനുള്ള സമയം നമ്മൾ അവർക്ക് കൊടുക്കരുത്. അതിനു മുമ്പ് അവരുടെ ആയുധപ്പുര നമ്മൾ തകർക്കണം. റാണിയുടെ പട പുറത്ത് അല്പസമയത്തിനകം എത്തിച്ചേരും. ആയുധങ്ങൾ എടുക്കാൻ അവർ വരുന്നുണ്ട്. ഇനി സമയമില്ല. ഒരു കാര്യം ചെയ്യൂ. വിളക്കുകളിൽ നിന്ന് എണ്ണയെടുത്ത് എന്റെ ദേഹത്തൊഴിക്കുക. എന്റെ ശിവഗംഗയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. കുയിലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു നിമിഷം, എല്ലാവരും വരിക, പെട്ടെന്ന് വരിക. എല്ലാ പാത്രങ്ങളിൽ നിന്നും എണ്ണ ശേഖരിച്ച് എന്റെ ദേഹത്തൊഴിക്കുക. വേഗം. ഞാൻ എന്റെ ശരീരത്തിന് തീ കൊളുത്തും. എന്നിട്ട് സ്വയം ഒരു അഗ്നിഗോളമായി ഞാൻ അവരുടെ ആയുധപ്പുരയിലേക്ക് ചാടും. ഒരു നിമിഷം കൊണ്ട് ഞാൻ ഉൾപ്പെടെയെല്ലാം കത്തിച്ചാമ്പലാം. നമ്മുടെ നാടിനെ തിരിച്ചു പിടിക്കാൻ, സ്വതന്ത്രയാക്കാൻ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കുന്നു. വീരവേൽ, വിക്രിവേൽ. കോട്ടയ്ക്ക് പുറത്ത് കാത്തുനിന്ന വേലുനാച്ചിയാരുടെ സൈന്യത്തിന് അകത്ത് കടക്കാൻ സമയമായെന്നറിയിക്കാൻ കുയിലി പോർശംഖ് മുഴക്കി. അടയാളം കേട്ട വേലുനാച്ചിയാരും സംഘവും കോട്ടയ്ക്കകത്തേക്ക് കുതിച്ചു. കുയിലി തൻ്റെ ദേഹത്തിന് തീ കൊളുത്തി ആയുധപ്പുരയിലേക്ക് ഓടിക്കയറി. പിന്നീട് അവിടെ കേട്ടത് ഒരു ഉഗ്രസ്ഫോടനമായിരുന്നു. ആയുധങ്ങൾക്കൊപ്പം കുയിലിയും കത്തിയെരിഞ്ഞു. ആയുധം നഷ്ടപ്പെട്ട ബ്രിട്ടീഷുകാരെ വേലുനാച്ചിയാരും സംഘവും നിഷ്പ്രയാസം കീഴടക്കി. വിജയ പതാക നാട്ടി. കുയിലിയെ തിരക്കിയ റാണിക്ക് മുന്നിൽ ഉദയാൾപ്പട ഒരു പിടി ചാരം നീട്ടി. ആർക്കു മുന്നിലും കീഴടങ്ങാത്ത ഉദയാൾപ്പട അന്നാദ്യമായി കണ്ണീർ പൊഴിച്ചു. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം അന്നാദ്യമായി വേലുനാച്ചിയാരും തളർന്നിരുന്നു. കുയിലിയും വേലുനാച്ചിയാരും പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. 2 വർഷം മുമ്പ് ആസാദി കാ അമൃത മഹോത്സവത്തിൻ്റെ ഭാഗമായി അറിയപ്പെടാത്ത പെൺ പോരാളികളുടെ പട്ടികയിലേക്ക് റാണി വേലുനാച്ചിയാരും കുയിലിയും സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടു. പിന്നീടങ്ങോട്ട് എത്രയെത്ര പെൺനാമങ്ങൾ
സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യം നേടിയ ശേഷവും സ്ത്രീകൾ ഇന്നും പൊരുതിക്കൊണ്ടേയിരിക്കുന്നു.